നമസ്തേ. കോപം എന്നാൽ എന്താണ്? കോപം എന്നാൽ എപ്പോഴാണോ ഒരു മനുഷ്യൻ വിചാരിച്ച കാര്യം സംഭവിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് മറ്റൊരാൾ അനുസരിക്കാതിരിക്കുന്നത്, അതുമല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ, ഇത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യർ പൊതുവെ കോപിക്കുന്നത്. കോപത്തിൻ്റെ മാതാവ് ഭയമാണ്. ഞാൻ പരാജയപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ ആ ദുർബലത നിറഞ്ഞ തോന്നലിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ മനസ്സൊരുക്കുന്ന ചപലമായ ഒരു അഭിനയമാണ് കോപം. കോപിക്കുന്നവർ ശക്തരല്ല, അവർ ഏറ്റവും ദുർബലരാണ്. എന്നാൽ കോപത്തിനിരയായ വ്യക്തിയാകട്ടെ കോപിക്കുന്ന വ്യക്തിയേക്കാൾ ശക്തനാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കോപമുണ്ടാകുകയാണെങ്കിലും, നിങ്ങളോട് ഒരാൾ കോപിക്കുകയാണെങ്കിലും, കോപം ദുർബലതയുടെ പ്രതീകമാണെന്ന് മനസ്സിലാക്കുക. കോപം ശക്തിയല്ല എന്ന് തിരിച്ചറിയുക. കോപം ദുർബലന്റെ ആയുധമാണ്. മനഃശുദ്ധിയുള്ള ഒരു വ്യക്തി ആരോടാണോ കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത്, അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും, ഞാൻ ആരോടൊപ്പം ചേർന്നാലും ഞാൻ തന്നെയായിരിക്കും, എനിക്ക് എൻ്റേതായ വ്യക്തിത്വമുണ്ട് എന്നൊക്കെ. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുമുള്ളവർ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതൊരു സത്യമാണ്. സമ്പർക്കങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വളരെ വേഗം കഴിയും. ധർമ്മിഷ്ഠനായ കർണൻ ദുര്യോധനനൊപ്പം ചേർന്നതുകൊണ്ടാണ് അധർമ്മത്തിൻ്റെ സമയങ്ങളിലെല്ലാം മൗനം പാലിക്കേണ്ടി വന്നത്. നമ്മൾക്ക് ചുറ്റും ആരും നല്ലവരില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ അന്വേഷിച്ചാൽ നല്ലവരുമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ പക ഉള്ളിൽ വെച്ച് തെറ്റുകാരനെ ശിക്ഷിക്കരുത്. ഉചിതമായ ഘട്ടങ്ങളിൽ ഉചിതമായ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് മുക്തനാകുക. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ടാവാം. നമ്മൾ ഇവരെക്കുറിച്ചെല്ലാം നന്നായി ചിന്തിക്കേണ്ടതാണ്. മനുഷ്യന് വേണ്ടുന്നത് തിരിച്ചറിവുകളാണ്. ചിലരെങ്കിലും ചിന്തിക്കാറില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം കൊണ്ടൊരു ഗുണവുമില്ല, ഞാൻ എന്തു ചെയ്താലും വിജയിക്കുന്നില്ല, എനിക്കൊന്നും വിധിച്ചിട്ടില്ല എന്നൊക്കെ. എങ്കിൽ അങ്ങനെയല്ല. ഈ ലോകത്ത് ഒരു ഗുണവുമില്ലാത്ത ഒന്നും തന്നെ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളും അതിനു വേണ്ടി തന്നെയാണ് ഉണ്ടായത്. നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തുന്നതിന് പകരം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് പിറകിൽ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ഗുണവുമില്ലാത്ത ഒരു മനുഷ്യനുമില്ല എന്നത് ആരും മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.